പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ചയാണ്. എങ്കിലും ഇത് പിറവിക്കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയായിട്ടാണ് സഭ കണക്കാക്കുന്നത്. അങ്ങനെ പിറവിക്കാലത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം വന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഈശോയുടെ തിരുജനനത്തിന്റെ തിരുപ്പിറവിയുടെ വലിയ സന്തോഷത്തിലാണ്. വലിയ ദൈവാനുഗ്രഹം ഈശോയുടെ ജനനത്തിലൂടെ ലോകം മുഴുവനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. നമുക്ക് ആ അനുഗ്രഹത്തിലും വിശുദ്ധിയിലും തുടർന്നുമായിരിക്കാനായി പരിശ്രമിക്കാം. ഇന്ന് വിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുചെല്ലുമ്പോൾ അതേക്കുറിച്ച് കൊടുത്തിരിക്കുന്ന വിവരണങ്ങളും, അതോടൊപ്പം ദേവാലയത്തിൽ അവരെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്ന വിശുദ്ധരായ 2 പേർ, ശിമയോനും അന്നായും, അതിൽ ശിമയോനെ കുറിച്ചുള്ള ഭാഗവുമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ആദ്യ ഭാഗം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുചെല്ലുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അവർ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുചെന്നപ്പോൾ ഇസ്രായേലിന്റെ ആദ്യ ജാതർക്ക് ചെയ്യേണ്ടിയിരുന്ന രീതിയിലുള്ള കർമ്മങ്ങളും ചിട്ടകളും എല്ലാം പാലിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ നിയമങ്ങളും തങ്ങളുടെ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ അണുവിട തെറ്റാതെ പാലിക്കുന്ന യോസേപ്പിനെയും മറിയത്തെയും നമ്മൾ ഇവിടെ കാണുന്നു. ദൈവം തന്നെയായ ഈശോ, ദൈവം തങ്ങളുടെ കയ്യിൽ തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴും പ്രത്യേക മേന്മകളൊന്നും അതിൻ്റെ പേരിൽ ഭാവിക്കാതെ, അല്ലെങ്കിൽ അതൊരു പ്രിവിലേജായി എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അതിന് മറുചോദ്യങ്ങളുമായി വരാതെ പൂർണ്ണ ഹൃദയത്തോടെ ഈ പൊതു നിയമങ്ങളോടും ക്രമങ്ങളോടും ചട്ടങ്ങളോടും പരിപൂർണമായ സഹകരണവും ആത്മാർത്ഥതയും കാണിക്കുന്ന ഈ യോസേപ്പ് പിതാവും മാതാവും വലിയൊരു ആത്മീയതയുടെ തെളിവാണ്. ഈ ആത്മീയതയുടെ മാതൃക നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഏറെ കണ്ടുപഠിക്കാനുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സഭാ നിയമങ്ങളോട്, നമ്മുടെ സഭയുടെ ചട്ടങ്ങളോട് ക്രമങ്ങളോടൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തീർച്ചയായും ഇവരെ അടിസ്ഥാനപ്പെടുത്തി, ഈ യോസേപ്പിനെയും മാതാവിനെയും മറിയത്തെയും അടിസ്ഥാനപ്പെടുത്തി നമ്മളും ആത്മശോധന ചെയ്യേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് അവരുടേതായ രീതിയിൽ പറയാനോ മാറി നിൽക്കാനോ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ക്രമങ്ങളോട് അനുസരണം കാണിക്കുന്ന, ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണം എന്ന് പറയുന്ന ആ അനുസരണം കാണിക്കുന്ന വലിയൊരു ആത്മീയതയുടെ മാതൃക യോസേപ്പ് പിതാവും മാതാവും കാണിച്ചു തരുന്നു. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഈശോയെ ആ സമയത്ത് ദേവാലയത്തിൽ സ്വീകരിച്ച വിശുദ്ധരായ 2 പേർ, ശിമയോനും അന്നായും. അതിൽ ഇന്ന് ശിമയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുമസിന് ഈശോയെ നമുക്ക് ഉള്ളിൽ ലഭിച്ചപ്പോൾ ഇനി എന്ത് പ്രേരണയിലാണ് മുമ്പോട്ടുള്ള ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് ഇവിടെ ശിമയോന്റെ മാതൃക നമുക്ക് തിരുവചനം പറഞ്ഞു തരുന്നു. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ്, നിയന്ത്രണത്തിലാണ് ജീവിക്കേണ്ടതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ജീവിച്ചാൽ സ്വാഭാവികമായും നമ്മൾ ഈശോയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ശിമയോന്റെ ഈ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. ശിമയോന്, വിശുദ്ധനായ ആ മനുഷ്യന് പരിശുദ്ധാത്മാവിന്റെ വലിയ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന് 3 വാക്യങ്ങളിലായി നമ്മൾ കാണുന്നു. ഒന്നാമത് പറയുന്നു, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്നു. ഉടനെ തുടർന്ന് പറയുന്നു, കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിതം എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിരുന്ന ഒരു മനുഷ്യനായി ഈ ശിമയോൻ എന്ന ഈ വിശുദ്ധനായ മനുഷ്യനെ നമ്മൾ കാണുന്നു. എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നന്മയായിട്ടുള്ളതും നഷ്ടപ്പെടാതെ, മിസ്സാവാതെ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനെ അതിലേക്ക് എത്തിക്കുന്നു. അവിടെ ആയിരക്കണക്കായ ആളുകൾ വന്നു പോകുന്നതിനിടയ്ക്ക്, എത്രയോ 100 കണക്കിന് കുട്ടികളുമായി മാതാപിതാക്കൾ വരുന്നതിനിടയ്ക്ക് ശിമയോൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്ന് ഈശോയെ കാണുന്നു, തിരിച്ചറിയുന്നു, തൻ്റെ ജീവിതത്തിന്റെ ആ സാഫല്യം നേടുന്നു. അദ്ദേഹം പറയുന്ന, കർത്താവേ, ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ, ഞാൻ ഇതിനു വേണ്ടിയാണ് ജീവിച്ചത്. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ എപ്പോഴും ആ കാര്യങ്ങൾ അതിലേക്ക് എത്താൻ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നീങ്ങുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന അസുലഭ ഭാഗ്യവും അത് തന്നെയാണ്.
ജീവിതത്തിലെ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകാതെ, ഈശോയെ നഷ്ടപ്പെട്ടു പോകാതെ ഈശോയിലേക്ക് എത്താൻ സഹായിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രേരണയിലാണ് നമ്മളും ജീവിക്കേണ്ടത്. ഈ ക്രിസ്തുമസിൽ നമ്മുടെ ഹൃദയത്തിൽ ഈശോ വന്ന് ജനിച്ചപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ആത്മാവിൻ്റെ നിയന്ത്രണവും ആ ആത്മാവിൻ്റെ സഹായവും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അനുഗ്രഹവും പരിശ്രമവും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് അതിനുള്ള പരിശ്രമം ഉണ്ടാവേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിതത്തെ ഇനി വരുന്ന, പ്രത്യേകിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു, ആ വർഷം മുഴുവൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമുക്കും ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് ഈ ശിമയോന്റെ ജീവിതാനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുവാനും യഹൂദ ക്രമം അനുസരിച്ച് പ്രവർത്തിച്ച യൗസേപ്പിനെയും മാതാവിനെയും പോലെ ഞങ്ങളുടെ സഭാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ സഭ ഞങ്ങൾക്ക് നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെല്ലാം ആ പൂർണ്ണമായ ആത്മാർത്ഥതയിലും അനുസരണത്തിലും ചെയ്യാൻ ഞങ്ങൾക്കും ആ ഹൃദയ വിശാലത തരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി സമാധാനവും സന്തോഷവും ഈ പുതിയ വർഷത്തിൽ ഞങ്ങളുടെ സഭയ്ക്ക് നൽകണമേ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാനും അങ്ങനെ അങ്ങയെ കണ്ടെത്താനും അങ്ങയിലേക്ക് എത്താനുമുള്ള വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.